ADGP അജിത് കുമാറിന്റെ ഭാവി നിർണയ പത്രത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ഒപ്പുവെക്കുകയാണ്. പിണറായി വിജയന്റെ ഭരണത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിക്കൊല്ലാനുള്ള ADGPയുടെ ചുമതല വഹിച്ചിരുന്ന MR അജിത് കുമാർ ഇന്ന് യഥാർത്ഥത്തിൽ കരയും. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ADGP അജിത് കുമാർ ഇടപെട്ടു എന്ന റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നു. പോലീസ് സേനയ്ക്ക് ഇത്രയും വലിയ കളങ്കം വരുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ ഇനി ആ കസേരയിൽ വേണ്ട എന്ന് തീരുമാനിച്ച SIT തലവൻ ഷൗക്കത്ത് അലിയുടെ അന്വേഷണ റിപ്പോർട്ടാണ് അജിത് കുമാറിന്റെ നെഞ്ചകം തകർത്തുകൊണ്ട് DGP വഴി ആഭ്യന്തര സെക്രട്ടറിയിലേക്കും അവിടെ നിന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മേശപ്പുറത്തേക്കും എത്തിയിരിക്കുന്നത്. അജിത് കുമാറിനെതിരെ എന്ത് തുടർ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നതിൽ ഏറെ നിർണായകമാണ് DGPയുടെ റിപ്പോർട്ട് എന്നിരിക്കെ SIT കണ്ടെത്തിയതിൽ നിന്നും എന്തെങ്കിലും തിരുത്തൽ വരുത്തിയാൽ ഷൗക്കത്ത് അലിയല്ല, കേരളം തന്നെ ഇളകും. ഒരു പോലീസ് സംവിധാനത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും യോജിക്കാത്ത തരത്തിൽ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ച ഒരു പോലീസ് ഓഫീസർ, അയാൾ ഇനിയും ആ കസേരയിൽ തുടർന്നാൽ കേരളത്തിന്റെ നിയമപാലനം തന്നെ അവതാളത്തിലാകും എന്ന് കേരളത്തിലെ ജനങ്ങൾ തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് MR അജിത് കുമാറിനെ ആരെങ്കിലും സംരക്ഷിക്കാൻ നോക്കിയാൽ അവർക്കെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഒപ്പ് പതിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനവുമായിട്ടായിരിക്കും. അതായത് അഗ്നിരക്ഷാ വിഭാഗം മേധാവി നിതിൻ അഗർവാൾ ഈ വരുന്ന ജൂലൈ 31 വിരമിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. അവിടെയാണ് പണി കിട്ടാൻ പോകുന്നത്. സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത അച്ചടക്ക നടപടി നേരിട്ടാൽ DGP റാങ്കിലേക്കുള്ള അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം മുടങ്ങും. അകാരണമായി മർദ്ദനം നടത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്ത തെറ്റിനേക്കാൾ എത്രയോ വലുതാണ് ഈ നടപടി. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തെ കേസിൽ നിന്ന് രക്ഷിക്കാൻ അജിത് കുമാർ നേരിട്ടിടപെട്ടു എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം DGPക്ക് റിപ്പോർട്ടായി സമർപ്പിച്ചിരുന്നു. തുടർന്ന് അതേപടി അംഗീകരിക്കാതെ ഒരു തവണ മടക്കി അയച്ചു DGP. എന്നാൽ അതിനേക്കാളും കൂടുതൽ തെളിവുകളുമായി പ്രത്യേക അന്വേഷണ സംഘം തലവൻ ഷൗക്കത്ത് അലി വീണ്ടും DGPക്ക് തിരിച്ചയച്ചു. അതിനു പുറമെ DGP അജിത് കുമാറിന്റെ വിശദീകരണം തേടിക്കൊണ്ടും കത്തയച്ചു. അജിത് കുമാർ മറുപടി നൽകുകയും ചെയ്തു. കേസ് അട്ടിമറിക്കാൻ തൻ്റെ ഓഫീസ് ഇടപെട്ടു എന്ന് പറയുന്ന സമയത്ത് താൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലായിരുന്നു എന്നാണ് അജിത് കുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥലത്തുണ്ടായിരുന്നില്ല എങ്കിലും അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ ഈ കേസ് ഡയറി തിരുത്തിയത് എന്നാണ് SIT തലവൻ ഷൗക്കത്ത് അലി ഉറപ്പിച്ചു പറയുന്നത്. അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തത തേടിയപ്പോൾ ഇക്കാര്യം DGPയെ SIT അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇത് പരിഗണിക്കാതെയാണോ DGP ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് എന്നും സംശയമാണ്. ഏതായാലും ഇതോടെ SIT റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികളിലേക്ക് കടക്കാൻ ആഭ്യന്തര വകുപ്പിന് വഴിതെളിഞ്ഞിരിക്കുന്നു. വകുപ്പ് തല നടപടിയിൽ അന്തിമ തീരുമാനമെടുക്കും മുൻപ് മുഖ്യമന്ത്രിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു തവണ കൂടി ചർച്ച നടത്തിയേക്കും. അജിത് കുമാറിന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന 2 ഗ്രേഡ് SIമാർക്കെതിരെയും വകുപ്പ് തല നടപടി വരും എന്നുറപ്പായി കഴിഞ്ഞു. അങ്ങനെ രക്ഷിക്കാൻ മനസ്സിലാഗ്രഹിച്ചവർക്ക് പോലും ഈ ഉയർന്നു വന്ന ജനരോഷത്തിന് മുന്നിൽ അല്ലെങ്കിൽ പ്രവർത്തകരുടെ വികാരത്തിന് മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്ന ഒരു കേസായി മാറുമോ എന്നുള്ളത് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം.